अस्सलामुअलैकुम वरहमतुल्लाहि ताला वबरकातुह। हेलो फ्रेंड्स, मेरा प्यारा दोस्त वसियो आज का दिन ആയിരത്തിന്റെയും 500ന്റെയും നോട്ടുകൾ പിൻവലിക്ക്. ഇതൊക്കെ പറയാൻ ഞാനാരാ? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോ? ഒന്നുമല്ല, ഞാനൊരു കൊച്ചു കുട്ടിയാണ്. ഞാനിവിടെ വന്നത് മെസ്സി 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 അങ്കുറ മെസ്സി അങ്കുറ മെസ്സി അങ്കുറ മെസ്സി നിർത്ത് നിർത്ത് നിർത്ത്. ആ ഫോണെല്ലാം എടുത്തു വെച്ചിട്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്ക്. ഞാനിവിടെ വന്നത് സൗദി അർജന്റീന മാച്ചിൽ മെസ്സിക്ക് എന്ത് പറ്റി, മെസ്സി എവിടെ പോയി, ഇതൊന്നും പറയാനല്ല. ഈ വർണ്ണ മനോഹരമായ ഇന്തിഫാദയുടെ വേദിയിൽ ഒരു കൊച്ചു കഥ പറയാനാണ്. ആട്ടെ, ഈ കഥയുടെ പേരെന്താണെന്ന് അറിയോ? അറിയില്ലേ? അറിയത്തേ ഇല്ല എങ്കിൽ ഞാൻ പറയത്തുമില്ല. കഥ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു പേര് കണ്ടുപിടിച്ചിട്ടാ മതി കേട്ടോ. എങ്കിൽ ഞാൻ കഥയിലേക്ക് കടക്കാം. സന്ധ്യാസമയം. ശാന്തമായ സായാഹ്നത്തിൽ ആരുടെയോ കാൽപെരുമാറ്റം കേട്ട അഹ്ലുൽ ബൈത്തിലെ ഉമ്മ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ വാതിൽ പൈകിലൂടെ എത്തി നോക്കി. പുന്നാര വാപ്പയല്ലേ വരുന്നത്? വാപ്പ എന്തിനാ ഈ നേരത്തെ ഇങ്ങോട്ട് വരുന്നത്? പ്രവാചകൻ മോളെ നീട്ടി വിളിച്ചു. മോളെ ഫാത്തിമ, ഫാത്തിമ മോളെ. ഫാത്തിമ ബീവി വാതിൽ തുറന്നു. കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? ഫാത്തിമ ബീവി പറഞ്ഞു, പുന്നാര വാപ്പ, ഞാൻ വല്ലതും കഴിച്ചിട്ട് 2 ദിവസമായി, എനിക്ക് കഴിക്കാൻ ഒന്നുമില്ല. ഫാത്തിമ ബീവി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. പ്രവാചകൻ തന്റെ കമീസ് ഉയർത്തി വയറ്റിൽ കെട്ടി കല്ലുകൾ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഫാത്തിമ ബീവിയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരുകൾ ധാര ധാരയായി ഒഴുകി. ഇതൊന്നുമല്ലായിരുന്നു. ഇതിനേക്കാൾ വലിയ പ്രശ്നം എന്താൽ, അപ്പുറത്ത് 2 പനിനീർ റോസാപ്പൂക്കൾ പോലുള്ള ഹസനും ഹുസൈനും ഉമ്മേ ഉമ്മേ എന്ന് വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് നബിക്ക് സഹിച്ചില്ല. നബി ഉടനെ വീട് വിട്ടിറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ മദീനയുടെ ഒരു അറ്റത്തെത്തി കാണും. ദാ ഒരു അറാബി തോട്ടം നനയ്ക്കുന്നു. ഏ മനുഷ്യ, ഞാൻ നിങ്ങളെ തോട്ടം നനയ്ക്കാൻ സഹായിക്കാം, എനിക്ക് വല്ലതും കൂലിയായി തരാമോ? പ്രവാചകൻ ചോദിച്ചു. അങ്ങനെ അയാൾ അടിമുടി നോക്കി പറഞ്ഞു, ആ ശരി, 1 ബക്കറ്റ് വെള്ളം കോരിയാൽ 3 കാരക്ക തരാം. അങ്ങനെ നബി വെള്ളം കോരാൻ തുടങ്ങി. 1 അല്ല 2 അല്ല 8 തവണ. അങ്ങനെ 9ാമത്തെ തവണ വെള്ളം കോരിക്കൊണ്ടിരിക്കുമ്പോൾ അത് സംഭവിച്ചു. കയറ് പൊട്ടി ബക്കറ്റ് കിണറ്റിലേക്ക് വീണു. ഒരടി വീണു. അതും പുന്നാര നബിയുടെ താമര പോലുള്ള കവളത്തേക്ക്. എന്നിട്ടും നബി ഒന്നും പറയാതെ കിട്ടിയ കാരക്കയും വാങ്ങി സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങി. അയാൾ ചിന്തിച്ചു, ഞാൻ അടിച്ചത് പ്രവാചകനായിരിക്കുമോ? പിന്നെ ഒട്ടും താമസിച്ചില്ല. തന്റെ ഇടത് കൈ വാൾ പിടിച്ച് വലത് കൈക്ക് ഒരൊറ്റ വെട്ട്. വേദന കൊണ്ട് പൊളഞ്ഞ അയാൾ ബോധരഹിതായി താഴെ വീണു. ആ വഴി ഷാമിലേക്ക് പോകുന്ന യാത്രാ സംഘം ഇയാളെ കണ്ടു. തട്ടി വിളിച്ചു, ഏ മനുഷ്യ, താങ്കൾക്ക് എന്ത് പറ്റി? താങ്കൾ കയ്യാരാണ് വെട്ടിയത്? അയാൾ നടന്നതെല്ലാം പറഞ്ഞു. നിങ്ങൾക്ക് ആ മനുഷ്യന്റെ വീട്ടിലേക്കുള്ള വഴി അറിയാമോ? അങ്ങനെ ആ യാത്രാ സംഘത്തെയും കൂടെ അയാൾ പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി. തനിക്ക് കിട്ടിയ കാരക്ക ഹസനും ഹുസൈനും വീതിച്ചു നൽകുകയെന്ന് നബി. ഇയാളെയും യാത്രാ സംഘത്തെയും കണ്ട നബി ചോദിച്ചു, താങ്കൾ എന്തിനാണ് വന്നത്? താങ്കൾ പ്രവാചകനാണോ? ആണെങ്കിൽ പുറത്തു വരണം. അങ്ങനെ നബി പുറത്തു കൊടുത്തു. മാത്രമല്ല തന്റെ ഉമനീര് പുരട്ടി കൈ ശരിപ്പെടുത്തുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതാണ് നബി ലോക ജനത കാണിച്ചു കൊടുത്ത മാതൃക. കഥയുടെ പേരെല്ലാവർക്കും കിട്ടിയില്ലേ? എന്നാ എനിക്കൊന്ന് പറഞ്ഞു കേട്ടോ. ഇതുപോലെ ആകാൻ നാഥൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ എന്ന ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.